സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. എല്ലാവർക്കും നമസ്കാരം. അധ്യാത്മരാമായണം കിളിപ്പാട്ട് യുദ്ധകാന്ഡം അതികായ വധം മുതൽ മേഘനാഥം വധം വരെയുള്ള ഭാഗത്തിന്റെ സാരം. കുംഭകർണൻ മരിച്ച വിവരമറിഞ്ഞ് പരിഭ്രാന്തനായ രാവണൻ ബോധം കെട്ടു വീണു. പെട്ടെന്ന് ബോധം തെളിഞ്ഞെഴുന്നേറ്റ് പലതും പറഞ്ഞു കരഞ്ഞു. തൃശിരസ്, അതികായൻ, ദേവാന്തകൻ, നരാന്തകൻ, മഹോദരൻ, മഹാപാർശ്വൻ, മത്തൻ, ഉന്മത്തൻ എന്നീ ശക്തരായ 8 രാക്ഷസന്മാർ യുദ്ധത്തിന് പോകാൻ തയ്യാറായി. രാവണന്റെ മുമ്പിൽ വന്ന് തൊഴുതുകൊണ്ട് അവർ പറഞ്ഞു, അങ്ങ് എന്തിനു ദുഃഖിക്കുന്നു? ഞങ്ങൾ പോയി ശത്രുക്കളെ കൊന്നുവരാം. യുദ്ധത്തിന് ഞങ്ങളെ അയച്ചാൽ അങ്ങേക്ക് ശത്രുക്കളെ കൊണ്ട് ഇനി ഉപദ്രവം ഉണ്ടാകുകയില്ല. രാവണൻ പറഞ്ഞു, എങ്കിൽ നിങ്ങൾ പോയി യുദ്ധം ചെയ്ത് നമ്മുടെ സങ്കടം തീർക്കുക. നോക്കെത്താത്ത വിധമുള്ള പെരുമ്പടയുണ്ട്, അവരെ കൂടി കൊണ്ടുപോയിക്കൊള്ളൂ. അവർക്ക് വേണ്ടുവോളം ആയുധവും വാഹനവും ആഭരണങ്ങളും രാവണൻ നൽകി. വെള്ളം പോലെ പരന്നു കിടക്കുന്ന പെരുമ്പടയോടുകൂടി 8 മഹാരഥന്മാരും പോരിന് വരുന്നത് കണ്ട വാനരന്മാർ അവരെ നേരിട്ടു. അസംഖ്യം രാക്ഷസന്മാരെ അവർ കൊന്നു. കല്ലും മലയും മരവുമായി പോരിനെടുത്ത വാനരന്മാരിൽ പലരെയും രാക്ഷസന്മാർ അസ്ത്രങ്ങൾ പ്രയോഗിച്ച് വധിച്ചു. ആന, കുതിര, കാലാൾപ്പട, ഭയങ്കരന്മാരായ രാക്ഷസന്മാർ എന്നിവർ മരിച്ചു വീണപ്പോൾ ഒഴുകിയ ചോരപ്പുഴ പോലെ 4 പാടും പരന്നൊഴുകി. അനവധി കബന്ധങ്ങൾ പടക്കളത്തിൽ നൃത്തമാടി. രാക്ഷസന്മാരെല്ലാം മരിച്ചത് കണ്ട് ഭീകരഭാവത്തോടെ കുന്തവുമേന്തി കുതിരപ്പുറത്ത് കയറി കാലനെപ്പോലെ പോരിനെത്തിയ നരാന്തകനെ അംഗദൻ മുഷ്ടി ചുരുട്ടി ഇടിച്ച് തകർത്ത് കാലപുരിക്ക് അയച്ചു. അപ്പോൾ ദേവാന്തകൻ ഇരുമ്പുലയ്ക്കുമേന്തി അംഗദനെ നേരിട്ടു. ആനപ്പുറത്ത് കയറി മഹോദരനും തേരിൽ കയറി തൃശിരസും അവിടെ എത്തി. 3 പേരോടും അംഗദൻ ഒറ്റയ്ക്ക് പൊരുതി. അംഗദന്റെ യുദ്ധപാടവം ദേവന്മാർ പുകഴ്ത്തി. അംഗദനെ സഹായിക്കാൻ ഹനുമാനും നീലനും ഓടിവന്നു. ഹനുമാൻ ദേവാന്തകനെയും നീലൻ മഹോദരനെയും കൊന്നു. തൃശിരസിന്റെ തല ഹനുമാൻ വെട്ടിവീഴ്ത്തി. പോരിനെത്തിയ മഹാപാർശ്വനെ മഹാബലവാനായ ഋഷഭൻ വധിച്ചു. കവീന്ദ്രന്മാരോട് എതിർത്ത് മത്തനും ഉന്മത്തനും കൊല്ലപ്പെട്ടു. അപ്പോൾ ലോകൈക വീരനും അസ്ത്രപ്രയോഗ വിദഗ്ധനുമായ അതികായൻ 1000 കുതിരകളെ പൂട്ടിയ തേരിൽ വിവിധതരം ആയുധങ്ങളോടുകൂടി വില്ലും കുലച്ച് ഞാണൊലിയിട്ട് അഹങ്കാരത്തോട് വന്നെടുത്തപ്പോൾ തടുക്കാനാവാതെ വാനരന്മാർ വാലും പൊക്കി ഓടി. അതിസമർത്ഥനായ അതികായനെ ലക്ഷ്മണൻ ചെറുത്തു. ലക്ഷ്മണൻ അയച്ച ശരങ്ങളെല്ലാം അതികായനിൽ ഏൽക്കാതെ തലതിരിഞ്ഞു വീണുകൊണ്ടിരുന്നു. എന്തു ചെയ്യണം എന്നറിയാതെ ലക്ഷ്മണൻ ചിന്താകുലനായി നിൽക്കുമ്പോൾ വായു ഭഗവാൻ മനുഷ്യരൂപത്തിൽ എത്തിയിട്ട് പറഞ്ഞു, ലക്ഷ്മണ, പണ്ട് ബ്രഹ്മാവ് നൽകിയ ദിവ്യമായ പടച്ചട്ട അതികായൻ ധരിച്ചിട്ടുള്ളതിനാൽ ആയുധമൊന്നും ഇവൻ ഏൽക്കുകയില്ല. അതിനാൽ ധർമ്മരക്ഷയ്ക്ക് വേണ്ടി ബ്രഹ്മാസ്ത്രമേത് നീ ഇവനെ കൊല്ലൂ. നാളെ നീ ഇന്ദ്രജിത്തിനെയും വധിക്കും. പിന്നീട് ശ്രീരാമൻ രാവണനെ കൊന്ന് 3 ലോകത്തെയും രക്ഷിക്കും എന്ന് പറഞ്ഞ് വായുദേവൻ മറഞ്ഞു. ലക്ഷ്മണൻ ജ്യേഷ്ഠന്റെ പാദങ്ങൾ ദൃഢമായി ധ്യാനിച്ചുകൊണ്ട് അതികായന്റെ കഴുത്ത് മുറിച്ചിട്ടു. ഭൂമിയിൽ വീണ് അതികായന്റെ തല വാനരന്മാരെടുത്ത് ശ്രീരാമന്റെ മുമ്പിൽ വെച്ച് വണങ്ങി. ശേഷിച്ച രാക്ഷസന്മാർ രാവണന്റെ അടുത്തെത്തി വിവരങ്ങൾ അറിയിച്ചു. ഇത് വിധിയാണ് എന്ന് പറഞ്ഞ് രാവണൻ വിലപിച്ചു. മക്കളും മരുമക്കളും അനുജന്മാരും ധീരന്മാരായ സേനാനായകന്മാരും മന്ത്രിമാരും എല്ലാം മരിച്ചു. ശംഭോ, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പിതാവിന്റെ ഇപ്രകാരമുള്ള വിലാപം കേട്ടെത്തിയ ഇന്ദ്രജിത്ത് നമസ്കാരപൂർവ്വം ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ അച്ഛൻ ഒട്ടും ദുഃഖിക്കരുത്. ശത്രുക്കളെ മുഴുവൻ ഞാൻ പോയിട്ട് കൊന്നിട്ട് വരുന്നുണ്ട്. പലതും ആലോചിച്ച് വിഷമിക്കാതെ അങ്ങ് സുഖമായി ഇവിടെ ഇരിക്കുക. യുദ്ധത്തിൽ വിജയിച്ചു വരാൻ അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം. രാവണൻ മകനെ മാറോടണിച്ച് പുണർന്നുകൊണ്ട് നീ ജയിച്ചു സുഖമായി മടങ്ങി വരിക എന്ന് അനുഗ്രഹിച്ചു. ഇന്ദ്രജിത്ത് അച്ഛനെ വന്ദിച്ചിട്ട് വലിയ സൈന്യവുമായി യാത്രയായി. ശിവപ്രസാദത്തിനുള്ള ചില കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ ഇന്ദ്രജിത്ത് നികുംബലയിൽ എത്തി. പൂജയ്ക്ക് വേണ്ടതെല്ലാം തയ്യാറാക്കിയിട്ട് ഇഷ്ടദേവതയെ ധ്യാനിച്ചുകൊണ്ട് ആദരപൂർവ്വം ഹോമം തുടങ്ങി. ചമന്ന പൂമാല, ചെമ്പട്ട്, കുറിക്കൂട്ട് എന്നിവ ധരിച്ച് ഗുരുവിന്റെ ഉപദേശപ്രകാരം ഭക്തിപൂർവ്വം അഗ്നി ജ്വലിപ്പിച്ച് തനിക്ക് ശക്തി വർദ്ധിക്കാനായി ഹോമം തുടങ്ങി. അക്ഷരസ്ഫുടതയോടും സ്വരനിബന്ധനയോടും ഭക്തിയോടും കൂടിയ മന്ത്രോച്ചാരണങ്ങളോടെ കർമ്മങ്ങൾ ചെയ്ത് അഗ്നിദേവനെ പ്രസാദിപ്പിച്ചു. പെട്ടെന്ന് അഗ്നിദേവനിൽ നിന്ന് ശസ്ത്രാസ്ത്രങ്ങളും വില്ല്, രഥം മുതലായവയും അന്തർദാന വിദ്യയും ലഭിച്ചു. തുടർന്ന് ഹോമസമാപ്തി വരുത്തിയതിനു ശേഷം ശ്രീരാമാദികളോട് യുദ്ധം ചെയ്യാൻ ഇന്ദ്രജിത്ത് പടക്കളത്തിലെത്തി. വാനരന്മാർ രാക്ഷസന്മാരെ ചെറുത്തു. മേഘനാഥൻ അവരുടെ മേൽ മഴ ചൊരിയുന്നത് പോലെ ശരങ്ങളയച്ചു.
കല്ല്, പർവ്വതം, വൃക്ഷം മുതലായവ എടുത്തുകൊണ്ട് ഭയങ്കരന്മാരായ വാനരന്മാർ രാക്ഷസന്മാരെ കഠിനമായി പ്രഹരിച്ചു. ആനകൾ, കുതിരകൾ, കാലാൾപ്പട, തേര് എന്നിവയടങ്ങിയ ചതുരംഗപ്പടം മുഴുവൻ നശിച്ചത് കണ്ട് ദുഃഖത്തോടുകൂടി ഇന്ദ്രജിത്ത് അന്തർധാനം ചെയ്തു. അനന്തരം നിരവധി ബ്രഹ്മാസ്ത്രങ്ങൾ വാനരപ്പടയ്ക്ക് നേരെ ഇടവിടാതെ പ്രയോഗിച്ചു. മരങ്ങൾ വെന്തുമുറിഞ്ഞു വീഴുന്നത് പോലെ ശക്തരായ ആയിരക്കണക്കിന് വാനരന്മാർ തെരുതെരെ ബോധം കെട്ടു വീണു. വിവിധന് 50, മൈന്ദൻ 9, ഗജൻ 5, നളന് 90, ഗന്ധമാദനന് 90, നീലന് 18, 40 ജാമ്പവാന്, പനസന് 6, വിനതന് 7, സുഷേണന് 12, കുമുദന് 8, ഋഷഭന് 30, കേസരിക്ക് 56, ശതബലിക്ക് 10, ധൂമ്രന് 9, പ്രമാദിക്ക് 18, വേഗദർശിക്കും ദതിമുഖനും 40, ഗവാക്ഷന് 42, ഗവയിന് 3, ശരവന് 5, സുമുഖന് 7, ദുർമുഖന് 24, താരന് 65, ജ്യോതിർമുഖന് 60, അഗ്നിവദനന് 50, അങ്കദന് 75, സുഗ്രീവന് 100. ഇങ്ങനെയായിരുന്നു വാനരനായകന്മാരുടെ ശരീരത്തിൽ തറച്ച ബ്രഹ്മാസ്ത്രങ്ങളുടെ കണക്ക്. 67 കോടി വാനരനായകന്മാരും ബ്രഹ്മാസ്ത്രമേറ്റ് നിലത്തു വീണു. 21 വെള്ളം വാനര സൈന്യവും സുഗ്രീവനും ബ്രഹ്മാസ്ത്രമേറ്റ് വീണപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് ദുഃഖപൂർവ്വം ദേവന്മാർ പരസ്പരം പറഞ്ഞു. ശക്തനും വ്രതനിഷ്ഠനുമായ ഇന്ദ്രജിത്ത് രാമലക്ഷ്മണന്മാരെ എഴുതുവീഴ്ത്തി. ദുഃഖം കൊണ്ട് തളർന്ന് ലോകങ്ങളെല്ലാം നിശ്ചലമായി. രാക്ഷസരാജന്റെ വിജയം ആഘോഷിച്ചുകൊണ്ട് ഇന്ദ്രജിത്ത് ശംഖനാദം മുഴക്കി ലങ്കാപുരിയിലേക്ക് പോയി. ദേവന്മാർ നിരാശരായി വിലപിച്ചു. ഇനി ഔഷധാഹരണ യാത്ര എന്ന ഭാഗത്തിന്റെ സാരം. കൈകസിയുടെ മകനും ഉത്തമനായ വിഷ്ണുഭക്തനും ഭക്തരിൽ താല്പര്യമുള്ളവനും ആയ വിഭീഷണൻ ഈ ആപത്ത് ഞാൻ നീക്കുന്നുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് പോർക്കളത്തിൽ നിന്നു മാറി നിൽക്കുകയായിരുന്നു. വീണുകിടക്കുന്നവരിൽ ജീവനുള്ളവരായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ വിഭീഷണൻ പോർക്കളത്തിൽ തീക്കോളിയും വീശി നടന്ന് അന്വേഷിച്ചു. ഈ സമയത്ത് വീണുകിടക്കുന്ന വാനരന്മാർ ആരെയെങ്കിലും സഹായത്തിന് കിട്ടുമോ എന്ന് അന്വേഷിച്ച് ഒറ്റയ്ക്ക് നടക്കുന്ന ഹനുമാൻ വിഭീഷണനെ കണ്ടു. പരസ്പരം തിരിച്ചറിഞ്ഞവർ ദുഃഖത്തോടെ അന്വേഷണം തുടർന്നു. പിതാവായ ബ്രഹ്മാവിന്റെ അനുഗ്രഹത്താൽ ബോധം തെളിഞ്ഞ് കണ്ണുമയിക്കാൻ കഴിയാതെ ഇരിക്കുന്ന ജാമ്പവാന്റെ അടുത്തെത്തി. വിഭീഷണൻ ചോദിച്ചു, വാനരശ്രേഷ്ഠ, അങ്ങക്ക് ജീവനുണ്ടോ? എങ്കിൽ നന്നായി, എന്നെ മനസ്സിലായോ? ജാമ്പവാൻ പറഞ്ഞു, രക്തം ഒഴുകുന്നതിനാൽ കണ്ണു തുറക്കാൻ കഴിയുന്നില്ല. ശബ്ദം കേട്ടിട്ട് രാക്ഷസ രാജാവായ വിഭീഷണനാണ് എന്ന് തോന്നുന്നു. സത്യം പറയൂ. വിഭീഷണൻ, സത്യം തന്നെ, ഞാൻ വിഭീഷണനാണ്. അത് കേട്ട് ജാമ്പവാൻ വീണ്ടും പറഞ്ഞു, ഭവാന് നല്ല ബോധമുണ്ടല്ലോ. ഇന്ദ്രജിത്തിന്റെ ശരമേറ്റ് വീണ വാനരന്മാരുടെ കൂട്ടത്തിൽ ഹനുമാൻ ജീവനോടെ ഇരിപ്പുണ്ടോ എന്ന് എല്ലായിടത്തും അന്വേഷിക്കണം. പെട്ടെന്ന് വിഭീഷണൻ ചോദിച്ചു, രാമലക്ഷ്മണന്മാർ, സുഗ്രീവ, അങ്കദാദികൾ എന്നിവരുള്ളപ്പോൾ ഹനുമാനെ പ്രത്യേകം ചോദിച്ചത് എന്തിനാണ്? മാരുതിയെക്കുറിച്ച് ഇത്ര സന്തോഷത്തോടെ അന്വേഷിച്ചത് എന്തിനാണ്? അതിന് ജാമ്പവാന്റെ ഉത്തരം ഇങ്ങനെയായിരുന്നു, എന്നാൽ കേട്ടുകൊള്ളുക. ഹനുമാൻ ഉണ്ടെങ്കിൽ ആർക്കും ദുഃഖമുണ്ടാകുകയില്ല. വായുപുത്രൻ മരിച്ചുവെങ്കിൽ മറ്റുള്ളവരെല്ലാം മരിച്ചതിന് തുല്യമാണ്. ജാമ്പവാന്റെ വാക്കുകൾ കേട്ട ബഹുമാനാദരങ്ങളോടെ ഞാൻ ഇവിടെ ഉണ്ട്, മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഹനുമാൻ സന്തോഷത്തോടെ ജാമ്പവാനെ താണുവണങ്ങി. ജാമ്പവാൻ ഗാഠമായിട്ട് ഹനുമാനെ ആലിംഗനം ചെയ്ത് ശിരസിൽ മുകർന്നുകൊണ്ട് പറഞ്ഞു, ഇന്ദ്രജിത്തിന്റെ ശരങ്ങളേറ്റു മരിച്ച വാനരന്മാരെയും രാമലക്ഷ്മണന്മാരെയും ജീവിപ്പിക്കാൻ നിന്നെപ്പോലെ കഴിവ് മറ്റാർക്കുമില്ല. നീ ഹിമാലയം കടന്ന് കൈലാസ പർവ്വതം വരെ പോകണം. കൈലാസത്തിലുള്ള ഋഷഭാദ്രിയിൽ ദിവ്യ ഔഷധങ്ങളുണ്ട്. അവയിൽ 4 പേര് വിശല്യകരണി, സന്താനകരണി, സുവർണകരണി, മൃതസഞ്ജീവനി എന്നിങ്ങനെയാണ്. ഇതിൽ വിശല്യകരണി വ്രണങ്ങളെ ഉണക്കുന്നത്, സന്താനകരണി മുറിഞ്ഞ അവയവങ്ങളെ കൂട്ടിച്ചേർക്കുന്നത്, സുവർണകരണി വടുക്കൾ ഇല്ലാതാക്കി ദേഹകാന്തി വരുത്തുന്നത്, മൃതസഞ്ജീവനി മരിച്ചവരെ പുനരുജ്ജീവിപ്പിക്കുന്നത്. ഉയർന്നു നിൽക്കുന്ന 2 കൊടുമുടികൾക്കിടയിലാണ് ഈ 4 മരുന്നുകൾ നിൽക്കുന്നതും. വേദസ്വരൂപങ്ങളായ ഈ ഔഷധങ്ങൾക്ക് 4നും സൂര്യനോളം പ്രകാശമുണ്ട്. സമുദ്രവും വനങ്ങളും പർവ്വതങ്ങളും നദികളും രാജ്യങ്ങളും കടന്ന് മരുന്നുമായി വേഗം ഞങ്ങളുടെ സമീപത്ത് എത്തുക. ഇപ്രകാരം ജാമ്പവാന്റെ വാക്കുകൾ കേട്ട് ഹനുമാൻ ഭക്തിയോടെ തൊഴുത് യാത്ര പറഞ്ഞിട്ട് മഹേന്ദ്രപർവ്വതത്തിന്റെ മുകളിൽ കയറി അവിടെ നിന്നുകൊണ്ട് മഹാമേരുവോളം വളർന്നു. അനന്തരം സമുദ്രവും കുലപർവ്വതവും രാക്ഷസരും പറയ്ക്കത്തക്കവണ്ണം നിർഭയനായി കരുത്തോടെ അലറി. അനന്തരം വായുവേഗത്തിൽ ആകാശത്തിലേക്ക് കുതിച്ചു ഉയർന്നിട്ട് ഹിമാലയ പർവ്വതം, ബ്രഹ്മാണ്ഡമണ്ഡലം, കൈലാസപർവ്വതം, ധരാനദി, അളകാപുരി, മേരുപർവ്വതം എന്നിവ കടന്ന് ഹനുമാൻ ഋഷഭാദ്രിയിലെത്തി. ആ പർവ്വതം കണ്ട് ഹനുമാൻ അത്ഭുതപ്പെട്ടു.
കുലപർവ്വതങ്ങള് മാഹേന്ദ്രം, മലയം, സഹ്യൻ, ശുക്തിമാൻ, വൃക്ഷം, വിന്ധ്യൻ, പാരിയാത്രം. ഇനി കാലനേമിയുടെ പുറപ്പാട് എന്ന ഭാഗത്തിന്റെ സാരം. ഔഷധാഹരണത്തിന് ഹനുമാൻ വായുവേഗത്തിൽ പോയ വിവരം ചാരന്മാർ രാവണനെ രഹസ്യമായി അറിയിച്ചു. രാവണൻ അല്പനേരം ആലോചിച്ചിരുന്നതിന് ശേഷം അന്തഗ്രഹത്തിൽ നിന്ന് രഹസ്യമായിട്ട് താമസിക്കുന്ന ഭവനത്തിൽ നിന്ന് അകമ്പടി ഒന്നും കൂടാതെ ഒറ്റയ്ക്ക് കാലനേമിയുടെ താമസ സ്ഥലത്തെത്തി. പരിവാരങ്ങളൊന്നുമില്ലാതെ വന്നു ചേർന്ന രാവണനെ കണ്ട് കാലനേമി അത്ഭുതപ്പെട്ടു. അർഘ്യപാദാദികളോടുകൂടി സ്വീകരിച്ചിരുത്തിയിട്ട് സന്തോഷത്തോടും ഭയത്തോടും കൂടി കാലനേമി രാവണനോട് ചോദിച്ചു, പരിവാരങ്ങളൊന്നുമില്ലാതെ സൂര്യോദയത്തിന് മുമ്പ് ഇങ്ങോട്ട് എഴുന്നള്ളാൻ എന്താണ് കാരണം? ദുഃഖപീഡിതനായ രാവണൻ കാലനേമിയോട് പറഞ്ഞു, കാലക്കേടിനെ കുറിച്ച് എന്തു പറയാൻ? എല്ലാം നിന്നെ അറിയിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ബലവാനായ ലക്ഷ്മണൻ എൻ്റെ ശക്തിയേറ്റ് നിലത്തു വീണു. അനന്തരം എൻ്റെ മകൻ ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രമേത് രാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും പോർക്കളത്തിൽ കൊന്നുവീഴ്ത്തി. ജയബേരി മുഴക്കി ഇന്ദ്രജിത്ത് മടങ്ങി. അവരെ ജീവിപ്പിക്കാനുള്ള ഔഷധം തേടി ഹനുമാൻ പോയിരിക്കുന്നു. നീ പോയി അവന് തടസ്സമുണ്ടാക്കണം. അതിനുള്ള വഴിയും പറഞ്ഞു തരാം. അവൻ്റെ വഴിമധ്യത്തിൽ എവിടെയെങ്കിലും നീ താപസവേഷം ധരിച്ചു നിന്ന് പാപനാശത്തിനുള്ള സതുപദേശം എന്ന വ്യാജേന പലതും പറഞ്ഞ് അവനെ വശത്താക്കി ഔഷധാഹരണത്തിന് എങ്ങനെയെങ്കിലും കാലതാമസം ഉണ്ടാക്കണം. രാവണന്റെ നീചമായ വാക്കുകൾ കേട്ട് കാലനേമി പറഞ്ഞു, സാമവേദജ്ഞനും സർവജ്ഞനുമായ ലങ്കേശ്വര, നീ എൻ്റെ സൗമ്യമായ വാക്കുകൾ കേൾക്കുക. നിനക്ക് വേണ്ടി മരിക്കാൻ പോലും എനിക്ക് മടിയില്ല. മാരീചനെ പോലും മരിക്കാൻ എനിക്ക് ഭയമില്ല. മക്കളും മരുമക്കളും മക്കളുടെ മക്കളും അനുജന്മാരും എല്ലാവരും മരിച്ചിട്ട് നീ മാത്രം ജീവിച്ചിരുന്നിട്ട് ദുഃഖമല്ലാതെ നിനക്ക് എന്താണ് പ്രയോജനം? രാജ്യം കൊണ്ട് നിനക്ക് എന്താണ് ഫലം? സീതയെ ലഭിച്ചാലും നിന്റെ ദുഃഖം തീരുകയില്ല. ജഡാത്മകമാണ് ശരീരം. അത് ശേഷിച്ചതുകൊണ്ടും സുഖം ലഭിക്കില്ല. ഇതെല്ലാം നല്ലവണ്ണം ആലോചിച്ചിട്ട് നീ സീതയെ രാമന് കൊണ്ടേ കൊടുക്കുക. രാജ്യം വിഭീഷണനെയും ഏൽപ്പിക്കുക. കാട്ടിൽ പോയി മുനിവേഷം ധരിച്ച് മനഃശുദ്ധിയോടെ നിത്യവും രാവിലെ എഴുന്നേറ്റ് ശുദ്ധജലത്തിൽ കുളിച്ച് സൂര്യോദയം കണ്ട് സന്ധ്യാ നമസ്കാരം ചെയ്തതിന് ശേഷം വിജനപ്രദേശത്ത് സന്തോഷത്തോടെ സുഖാസനത്തിലിരുന്ന് എല്ലാ തരത്തിലുമുള്ള ലൗകിക സുഖങ്ങളും ഉപേക്ഷിച്ച് ലൗകിക സുഖങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ പിൻവലിച്ച് തന്നിൽ തന്നെ പരമാത്മ ചൈതന്യം ദർശിക്കാൻ ശ്രമിക്കുക. ആത്മസാക്ഷാത്കാരം കൈവരുന്നതോടെ സ്ഥാവര ജംഗമങ്ങളോടുകൂടിയ പ്രപഞ്ചവും സകല ജീവജാലങ്ങളും ദേഹം, ബുദ്ധി, ഇന്ദ്രിയം മുതലായവയും ആത്മാവിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. പരബ്രഹ്മം മുതൽ പുൽക്കൊടി വരെ കണ്ടതും കേട്ടതുമെല്ലാം പ്രകൃതി എന്ന് പറയപ്പെടുന്നു. സൽഗുരു ഇതിനെ മായ എന്നും പറയും. ഇക്കണ്ട ലോകമാകുന്ന വൃക്ഷത്തിന് പലവിധത്തിൽ സൃഷ്ടിയും സ്ഥിതിയും നാശവും ഉണ്ടാകുന്നതിന് കാരണം ചുമപ്പ്, വെളുപ്പ്, കറുപ്പ് എന്നിവയോടുകൂടിയ, അതായത് ചുമപ്പ് പറയുമ്പോൾ രാജസം, വെളുപ്പ് സാത്വികം, കറുപ്പ് താമസം എന്നീ സ്വഭാവങ്ങളോട് കൂടിയ രൂപങ്ങളെ ജനിപ്പിക്കുന്നതും മായത്രേ. കാമം, ക്രോധം തുടങ്ങിയവ മായയുടെ പുത്രന്മാരും തൃഷ്ണ, ഹിംസ മുതലായവ പുത്രിമാരുമാണ്. ആ മായ സ്വന്തം ഗുണങ്ങൾ കൊണ്ട് മോഹിപ്പിച്ച് ആത്മാവിനെ വശത്താക്കുന്നു. കർത്തൃത്വം, ഭോക്തൃത്വം തുടങ്ങിയ ഗുണങ്ങളെ ആത്മാവാകുന്ന ഈശ്വരനിൽ ആരോപിച്ച് തൻ്റെ വശത്താക്കി മായ ലീലകളിൽ മുഴുകുന്നു. ശുദ്ധനും പരനും ഏകനുമാണ് എങ്കിലും മായയോട് ചേർന്നതുകൊണ്ടാണ് ആത്മാവിന് ഇന്ദ്രിയാനുഭൂതി ഉണ്ടാകുന്നത്. മായാഗുണങ്ങളിൽ മോഹിച്ചു പോകുന്നവർ സ്വന്തം ആത്മാവിനെ മറന്നുപോകുന്നു. ജ്ഞാനസ്വരൂപനായ ഗുരുവിൻ്റെ ഉപദേശം ലഭിക്കുന്നതോടെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് നിവൃത്തനായിട്ട് സ്വന്തം ആത്മാവിനെ സ്പഷ്ടമായി കാണുന്നു. അതോടെ വേണ്ടതെല്ലാം അവന് ലഭിക്കും. അപ്പോൾ പ്രകൃതി ഗുണങ്ങളോട് വേർപെട്ട് ആത്മാവ് ജീവൻ മുക്തനായി തീരുന്നു. നീ ഇന്നു മുതൽ മായാമുക്തനായ ആത്മാവ് സ്വതന്ത്രനാണ് എന്ന് മനസ്സിലാക്കി ആശകളെല്ലാം ഉപേക്ഷിച്ച് കാമങ്ങളെയെല്ലാം ജയിച്ച് ധ്യാനത്തിൽ മുഴുകി കഴിയുക. എന്നാൽ ആനന്ദം ലഭിക്കും, സംശയമില്ല. അതിന് കഴിവില്ലെങ്കിൽ പരിശുദ്ധമായ മനസ്സിൽ ഭക്തിപൂർവം നിത്യവും സഗുണനായ ഈശ്വരനെ ഭജിച്ചുകൊള്ളൂ. വളരെ ശുദ്ധിയോടുകൂടി സ്വബുദ്ധി കൊണ്ട് ഹൃദയകമലത്തിൻ്റെ കർണികാമധ്യത്തിൽ രത്നഗണങ്ങളാൽ ശോഭിതവും നിർമ്മലവും മിനുസമുള്ളതും മൃദുവുമായ സുവർണപീഠമാകുന്ന താമരയിൽ സീതയോടൊന്നിച്ച് ലക്ഷ്മണ സേവിതനായി ചാപബാണധരനായി വീരാസനത്തിൽ ഇരിക്കുന്ന വിശാലലോചനനും മിന്നൽക്കൊടി പോലെയുള്ള മഞ്ഞപ്പട്ടുടുത്തവനും ഹാരം, കിരീടം, കേയൂരം, അങ്കദം, അങ്കുലീയം, വലിയ രത്നം പതിച്ച കുണ്ടലം, പാദസരം, ഘടകം, അരഞ്ഞാൺ, കൗസ്തുഭം, താമരപ്പൂമാല, വനമാല, ശ്രീവത്സം എന്നിവ ധരിച്ചവനും
ലക്ഷ്മീകാന്തനും ശ്രീ വാസുദേവനും മോക്ഷദായകനും ജനാർദ്ദനനും സകല ഹൃദയങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവനും സർവേശ്വരനും സകലരാലും വന്ധ്യനും ശരണാഗത വത്സലനുമായ ശ്രീരാമനെ ഭക്തിയോടുകൂടി പരബ്രഹ്മസ്വരൂപനായി ധ്യാനിച്ചാൽ ഭവാൻ തീർച്ചയായും മുക്തനായി ഭവിക്കും. ശ്രീരാമചരിതം കേൾക്കുകയും ചൊല്ലുകയും രാമ രാമ എന്ന് എപ്പോഴും ജപിക്കുകയും ചെയ്തുകൊണ്ട് കാലം കഴിക്കുന്നതിന് പുനർജന്മം എങ്ങനെ ഉണ്ടാകും? ഉണ്ടാകുകയില്ല എന്ന് സാരം. മാത്രമല്ല, ജന്മാന്തരങ്ങളിൽ ചെയ്തിട്ടുള്ള പാപം കൂടി നശിച്ചു പോകും തീർച്ച. വിരോധമെല്ലാം ഉപേക്ഷിച്ച് ഭക്തിയോടുകൂടി ശ്രീരാമനെ തന്നെ ഭജിക്കുക. പരിപൂർണനും ഏകനും നാമരൂപാദികൾ ഇല്ലാത്തവനും ഭക്തന്റെ സങ്കല്പത്തിനനുസരിച്ചുള്ള രൂപമുള്ളവനും പുരാണ പുരുഷനും മംഗളദായകനുമായ ശ്രീരാമനെ നീ എല്ലായ്പ്പോഴും ഭജിച്ചുകൊള്ളുക. കാലനേമി പറഞ്ഞ അത്ഭുത തുല്യമായ വാക്കുകൾ കേട്ട് കോപം കൊണ്ട് ചെമന്ന കണ്ണുകളോടെ രാവണൻ ആളുമായി അവന്റെ കഴുത്ത് വെട്ടാൻ തയ്യാറായി കൊണ്ട് പറഞ്ഞു, നിന്നെ വെട്ടിക്കൊന്നിട്ട് ഇനി വേറെ കാര്യം, പിന്നെ എന്തു ചെയ്യും എന്ന് ഞാൻ ആലോചിച്ചു കൊള്ളാം. അപ്പോൾ കാലനേമി എന്ന രാക്ഷസൻ ഇതിൻ്റെ എല്ലാം മൂലകാരണം, അതായത് പൂർവജന്മ ചരിത്രം മുതലായവ ആലോചിച്ചിട്ട് പറഞ്ഞു, ദുഷ്ടബുദ്ധിയായ രാക്ഷസ രാജാവേ, നിന്റെ ഈ ക്രൂര സ്വഭാവം കൊണ്ട് എന്താണ് ഫലം? നിന്റെ ആജ്ഞ ഞാൻ അനുഷ്ഠിച്ചു കൊള്ളാം, അതുകൊണ്ട് എനിക്ക് സൽഗതി ഉണ്ടാകും. സത്യസ്വരൂപനായ ഈശ്വരനെ വഞ്ചിക്കാനാണ് നീ എന്നെ തയ്യാറാക്കി വിടുന്നത്. അനന്തരം കാലനേമി ഹിമവൽ താഴ്വരയുടെ ഏറ്റവും അടുത്തെത്തി മുനിവേഷം ധരിച്ച് മായാനിർമ്മിതമായ ഒരു ആശ്രമം സൃഷ്ടിച്ചു. അവിടെ ധാരാളം മുനികളും ശിഷ്യന്മാരും ഭൃത്യന്മാരുമുള്ള ആശ്രമം കണ്ട് ഹനുമാൻ അത്ഭുതപ്പെട്ടിട്ട് അല്പം ആലോചിച്ചു. ഇവിടെ ഇങ്ങനെ ഒരു ആശ്രമം എങ്ങനെ ഉണ്ടായി? മുമ്പ് ഞാനിത് കണ്ടിട്ടില്ലല്ലോ. എനിക്ക് വഴിതെറ്റിയതാണോ, അതോ എൻ്റെ മനോവിഭ്രാന്തി മൂലം തോന്നുന്നതാണോ? എന്തായാലും ഒരാശ്രമമാണല്ലോ. ഇവിടെ കയറി മഹർഷിയെ കണ്ട് വെള്ളം കുടിച്ച് ദാഹശമനം നടത്തിയിട്ട് ഉന്നതമായ ദ്രോണാജലത്തിലെത്തി ശ്രീരാമന്റെ അനുഗ്രഹത്താൽ ഔഷധം കണ്ടെത്താം. ഇപ്രകാരം ചിന്തിച്ചുകൊണ്ട് ഹനുമാൻ ഒരു യോജന വിസ്താരമുള്ള മായാനിർമ്മിതമായ ആശ്രമത്തിലേക്ക് നടന്നു. വാഴ, പ്ലാവ്, ഈന്തപ്പന, തെങ്ങ്, മാവ് തുടങ്ങിയ വൃക്ഷങ്ങൾ നിറഞ്ഞ ആ പ്രദേശത്ത് നിർമ്മല ജലമുള്ള ഒരു കുളവും ഉണ്ടായിരുന്നു. കാലനേമി എന്ന രാക്ഷസൻ ഹോമശാലയിൽ ഋദ്ധിക്കുകൾ, സദസ്യർ എന്നിവരോടൊപ്പം ഇരുന്ന് ഇന്ദ്രിയാഗം അനുഷ്ഠിച്ച് ശിവപ്രസാദത്തിനു വേണ്ടി ശിവപൂജ നടത്തുകയായിരുന്നു. താപസവേഷധാരിയായ രാക്ഷസശ്രേഷ്ഠനെ വീണു വണങ്ങിയിട്ട് വായുപുത്രനായ ഹനുമാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ രാമദൂതനാണ്. ഹനുമാൻ എന്നാണ് പേര്. വായുവിൻ്റെയും അഞ്ജനയുടെയും മകനാണ്. രാമകാര്യത്തിനായി ഞാൻ പാലാഴിയിലേക്ക് പോവുകയാണ്. ദാഹം സഹിക്കാത്തത് കൊണ്ട് വെള്ളം കുടിച്ച് ശരീരക്ഷീണം തീർക്കാമെന്ന് കരുതി ഇവിടെ കയറി. കുടിവെള്ളം എവിടെ കിട്ടുമെന്ന് ദയവായി അറിയിക്കണം. എനിക്ക് ഒട്ടും താമസിക്കാൻ നോർത്തിയില്ല. ഈ കാലനേമിയുടെ പുനർജന്മമാണ് കംസൻ. ഹനുമാന്റെ വാക്കുകൾ കേട്ട് കാരുണ്യം നടിച്ചുകൊണ്ട് കാലനേമി പറഞ്ഞു, എൻ്റെ കമണ്ടലുവിലുള്ള വെള്ളം ദാഹം തീരുവോളം കുടിച്ച് പഴങ്ങളും കഴിച്ചുകൊണ്ട് അല്പസമയം ഉറങ്ങുക. ഒന്നും വിചാരിച്ച് പരിഭ്രമിക്കേണ്ട. ഭൂതവും വർത്തമാനവും ഭാവിയും എല്ലാം ഞാൻ ദിവ്യദൃഷ്ടി കൊണ്ട് വ്യക്തമായി കണ്ടു മനസ്സിലാക്കിയിരിക്കുന്നു. അത് ഞാൻ പറയാം. ശ്രീരാമചന്ദ്രന്റെ നിരീക്ഷണം കൊണ്ട് തന്നെ ലക്ഷ്മണനും വാനരന്മാരും ബോധം വീണ്ടെടുത്ത് അവരെല്ലാം ഇപ്പോൾ പോരിന് അണിനിരന്നിരിക്കുകയാണ്. ഹനുമാൻ, അങ്ങ് വളരെ കരുണയുള്ളവനാണ്. എനിക്ക് വലിയ ദാഹമുണ്ട്. ഈ കമണ്ടലൂരിലുള്ള വെള്ളം ദാഹം തീർക്കാൻ മതിയാവുകയില്ല. തുടർന്ന് കാലനേമി മായ കൊണ്ട് സൃഷ്ടിച്ച ഒരു ബ്രഹ്മചാരിയോട് ഹനുമാന് ജലാശയം കാണിച്ചു കൊടുക്കാൻ നിർദ്ദേശിച്ചു. കണ്ണടച്ചുകൊണ്ട് വെള്ളം കുടിച്ചിട്ട് വേഗം എൻ്റെ അടുത്തെത്തുക. ഔഷധം കണ്ടെത്താനുള്ള മന്ത്രം ഞാൻ ഉപദേശിച്ചു തരാം. ബ്രഹ്മചാരിയോടൊപ്പം ജലാശയത്തിൻ്റെ തീരത്തി എന്ന് കണ്ണുമടച്ചുകൊണ്ട് വെള്ളം കോരി കുടിക്കാൻ തുടങ്ങി. അപ്പോൾ ഭയങ്കരിയായ ഒരു മകരി മത്സ്യം, മകരിക്ക് പെൺമുതല എന്നും അർത്ഥമുണ്ട്, ഹനുമാനെ വിഴുങ്ങാൻ ഒരുങ്ങി. ഹനുമാൻ പെട്ടെന്ന് കണ്ണു തുറന്നു. വായും വളർന്ന് വരുന്ന മകരിയെ കൈകൊണ്ട് വലിച്ചു കീറി. അപ്പോൾ അതിൻ്റെ ശരീരം ഉപേക്ഷിച്ചിട്ട് ജീവൻ, അതായത് ആത്മാവ്, മിന്നൽ പോലെ മേൽപോട്ട് പൊങ്ങി. ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട വിമാനത്തിൽ ഒരു ദിവ്യമായ സ്ത്രീരത്നത്തെ കണ്ടു. മനോഹരിയായ അവൾ ഹനുമാനോട് പറഞ്ഞു, വാനരശ്രേഷ്ഠ, നിന്റെ കാരുണ്യം കൊണ്ട് ഇന്ന് എനിക്ക് ശാപമോക്ഷം ലഭിച്ചു. മുമ്പ് ഞാൻ ഒരു അപ്സര സ്ത്രീയായിരുന്നു. ഒരു മഹർഷിയുടെ ശാപം കൊണ്ട് ഞാൻ രാക്ഷസ സ്ത്രീ ആയതാണ്. മഹാത്മാവേ, എൻ്റെ പേര് ധന്യമാലി എന്നാണ്. മാന്യനായ നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ ആശ്രമത്തിൽ കണ്ടത് പരമദുഷ്ടനായ കാലനേമി എന്ന രാക്ഷസനെയാണ്. നിന്റെ വഴിമുടക്കുവാൻ രാവണന്റെ പ്രേരണ അനുസരിച്ച് അവൻ താപസവേഷം ധരിച്ച് വന്നിരിക്കുകയാണ്. താപസന്മാർ, ദേവന്മാർ, ബ്രാഹ്മണർ മുതലായവരെ ഹിംസിക്കുന്ന ഈ ദുഷ്ടനെ വേഗം കൊന്നുകളയൂ. പിന്നീട് ദ്രോണാജലത്തിലെത്തി ദിവ്യ ഔഷധങ്ങൾ ശേഖരിച്ചു കൊണ്ടുപോയി
രാക്ഷസവംശം മുഴുവൻ കൊടുക്കുക. ഞാൻ ഇനി ബ്രഹ്മലോകത്തേക്ക് പോകുന്നു. വാനരവീര, അങ്ങയ്ക്ക് മംഗളം ഭവിക്കട്ടെ. ഇങ്ങനെ പറഞ്ഞ് അവൾ മറഞ്ഞു. ഹനുമാൻ മായാവിയായ കാലനേമിയുടെ അടുത്തെത്തി. രാക്ഷസൻ പറഞ്ഞു, നീ വരാൻ എന്താണ് വൈകിയത്? ഇനി സമയം കളയാതെ വരൂ. മൂലമന്ത്രം ഉപദേശിച്ചു തരാം. ദക്ഷിണ തന്ന് അഭിവാദ്യം അർപ്പിക്കൂ. നീ തീർച്ചയായും സമർത്ഥനായിത്തീരും. ഇത് കേട്ട ഹനുമാൻ കൈ ചുരുട്ടി കാലനേമിയുടെ ശിരസിൽ ശക്തിയായി അടിച്ചു. അവൻ അതോടെ കാലപുരിയിലെത്തി. ഇനി ദിവ്യ ഔഷധ ഫലം. ഹനുമാൻ പാലാഴിയും ദ്രോണപർവ്വതവും കണ്ടു വണങ്ങി. ഔഷധങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്ന ഋഷഭാദ്രിയിൽ ഔഷധങ്ങളൊന്നും കണ്ടില്ല. അതിനാൽ കുപിതനായ ഹനുമാൻ പർവ്വതം കുത്തിയെടുത്ത് ചന്ദ്രബിംബം എന്ന പോലെ ശ്രീരാമന്റെ മുമ്പിൽ കൊണ്ടുവച്ച് സൈന്യത്തിനുണ്ടായ ദുഃഖം തോർത്തു. അത് കണ്ട് ശ്രീരാമൻ സന്തുഷ്ടനായി. പരമശിവനും അത് ആനന്ദകരമായി. ദിവ്യൌഷധത്തിന്റെ കാറ്റേറ്റ മാത്രയിൽ സൈനികരെല്ലാം ഉണർന്നെഴുന്നേറ്റു. അപ്പോൾ ശ്രീരാമൻ ഹനുമാനോട് പറഞ്ഞു, ഈ കുന്നെടുത്ത് മുമ്പ് ഇരുന്നിടത്ത് അതുപോലെ കൊണ്ടുവന്ന് വെക്കണം. അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് രാക്ഷസപ്പണിയെ കൊല്ലാൻ കഴിയും? ഇത് കേട്ട് ഹനുമാൻ ആ കുന്നെടുത്തുകൊണ്ട് ഉയർന്നുപോയി യഥാസ്ഥാനത്ത് വെച്ചിട്ട് അരനിമിഷം കൊണ്ട് മടങ്ങിയെത്തി. മരിച്ച രാക്ഷസന്മാരുടെ ജഡങ്ങൾ രാവണന്റെ നിർദ്ദേശപ്രകാരം കടലിൽ എറിഞ്ഞിരുന്നതിനാൽ അവരാരും ഔഷധക്കാറ്റേറ്റ് ജീവിച്ച് എഴുന്നേറ്റില്ല. ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിച്ചു. ഇനി നാളെ മേഘനാഥവധം. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.